ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നടക്കുന്ന ഒരു സ്കാമാണ്. ഇതെൻ്റെ പേഴ്സണൽ റിസർച്ച് ഉണ്ട്. എൻ്റെ അടുത്ത 3ഓളം ബന്ധുക്കൾക്കുണ്ടായി, 2 സുഹൃത്തുക്കളുടെ പേരൻസും റിലേറ്റീവായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. എങ്ങനെയാണ് കേരളത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ സ്കാം നടത്തുക? ഏകദേശം 500, 550, 600 കോടിയുടെയാണ് ഈ സ്കാം ഈ പലരും നടത്തുന്നത്. പല സൂപ്പർ സ്പെഷ്യാലിറ്റി 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവർ നടത്തുന്ന സ്കാമായത്. ഇപ്പോൾ ഒരു രോഗി അല്പം സീരിയസ് കണ്ടീഷനാകുന്നു, ICU കണ്ടീഷനാകുന്നു. അപ്പോൾ ഈ മറ്റുള്ള അവിടുത്തെ ഗ്രാമപ്രദേശത്തുള്ള ഹോസ്പിറ്റലുകൾ ഇവരെ, അല്ലെങ്കിൽ അറിയാവുന്ന ഡോക്ടേഴ്സ് ഇവരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. അപ്പോൾ ഇവർ ICUവിലായിരിക്കും, മോണിറ്റർ ചെയ്യും, ഡോക്ടർ വരും, സീനിയർ ഡോക്ടേഴ്സ് വരും, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഉള്ള ടെസ്റ്റുകളൊക്കെ നടത്തും, ടെസ്റ്റുകൾ പോകും. കാരണം ഈ രോഗി മേ ബി ഒരു 60ക്കും 70യും പ്രായത്തിനിടയായിരിക്കും, അല്ലെങ്കിൽ 55 to 60 ആ രീതിയിലായിരിക്കും അധികവും, അല്ലെങ്കിൽ 70, 72. വേറെ പ്രത്യേകിച്ച് അസുഖം കാണത്തില്ല. ആ അസുഖവുമായി ബന്ധപ്പെട്ടാണ് കോമയിലായേക്കുന്നത്. കോമയിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഡോക്ടേഴ്സ് എല്ലാം കൂടെ പറഞ്ഞ് ഈ രോഗിയെ ഏകദേശം അവരുടെ ബന്ധുക്കളോട് പറഞ്ഞ് ഇത് കോമയിലാക്കും. എന്നിട്ട് 4-5 ദിവസം കഴിയും പറയും അവർ ഇവിടെ ആ ഇഞ്ചക്ഷൻ ഇല്ല, ഇത് അമേരിക്കയിലോ സ്വീഡനിലോ ബ്രിട്ടനിലോ ഇവിടെയേ ഉള്ളൂ, അതിൻ്റെ 3 ഡോസ് കൊടുക്കേണ്ടി വരും. ഇവർക്കറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്, ഈ ഇഞ്ചക്ഷൻ ഇവർ 2 ദിവസത്തിനുള്ളിൽ അവിടുന്ന് വരുത്താം. പക്ഷേ അതിന് ഏകദേശം കോസ്റ്റ് 8 മുതൽ 12 ലക്ഷം രൂപയാകും. അപ്പം നിങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങളത് അവർക്ക് കൊടുക്കാൻ അഡ്വാൻസ് പണവും വാങ്ങും ഇഞ്ചക്ഷൻ കൊണ്ടുവരുന്നതിൻ്റെ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എന്നിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ ഇവർ ഇഞ്ചക്ഷൻ 2-3 ഡോസ് കൊടുക്കും. ഈ രോഗി ഈ അസുഖങ്ങളൊക്കെ മാറും. ഇതാണ് സംഭവം ആദ്യത്തെ. ഇനി ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. എൻ്റെ 3-4 ബന്ധുക്കൾക്കുണ്ടായി. ഒരു കാത്തലിക് സഭ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ഹോസ്പിറ്റലിൽ വരെ ഈ വൃത്തികെട്ട ക്രൂരത ചെയ്തു. മറ്റേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മറ്റേ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് ഓക്കെ അവരത്, പക്ഷേ കാത്തലിക് ഹോസ്പിറ്റൽ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക, എത്ര ക്രൂരതയാണ് ഇവരിത് ചെയ്യുന്നതെന്ന്. ഇപ്പം ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി. ഇപ്പം ഞാനിത് അറിയാവുന്ന പല ഡോക്ടേഴ്സിനോടും ഈ പറയുന്ന ഡ്രഗ് അതിൻ്റെ പേരെടുത്ത് ഇത് എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ഇപ്പം ഗൂഗിളിലടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വില ഇത്രയൊക്കെ കിട്ടും. കാരണം ഇതിൻ്റെ ഗ്ലോബൽ റേറ്റ് ഇത്രയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, കാരണം ഈ ഡ്രഗ് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ ഡൽഹിയിൽ പലരുമായിട്ട് സംസാരിച്ചു, പലരെയും എനിക്കറിയാം. അവർ പറയുന്നത് ഇന്ന് ലോകത്തുണ്ടാക്കുന്ന പല ഇഞ്ചക്ഷൻ്റെയും, അല്ലാതെ റയർ, ഇതെല്ലാം ഒരു 95% ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. ടാബ്ലറ്റ്സ് ആണെങ്കിലും ഇഞ്ചക്ഷൻ ആണ്. കാരണം ഗ്ലോബലായിട്ട് ഈ ഫാർമ ഇൻഡസ്ട്രിയുടെ ഹബ്ബാണ് ഇന്ത്യ. അവരുടെ ലൈസൻസിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതേ കോമ്പണൻ്റ് വെച്ച് ഈ സാധനം ഇന്ത്യയിൽ അവൈലബിളാണ്. ഇവർ ഈ പറയുന്ന 10 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയേ ഉള്ളൂ. ഈ ഡോക്ടേഴ്സ് പലരും ചെയ്യുന്ന ഈ 10,000 രൂപയുടെ സാധനം മേടിച്ചിട്ടാണ് ഇവർക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. അവർക്കിത് അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് അവിടുന്ന് ഏജൻറ്റ് ഇത് കൊണ്ടു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഗെയിം ഇതാണ് സംഭവം. ഇതാണ് ഗെയിം. അതായത് ഓരോ ഹോസ്പിറ്റലിലും, ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറിന് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം ഡോക്ടറിന് 8-10 ലക്ഷം രൂപ സാലറിയാണ്. കാരണം ഈ ടാർഗറ്റ് നിറയ്ക്കുവാൻ വേണ്ടി ഈ ആശുപത്രിയും ഡോക്ടറും ഈ ഡ്രഗ് മാഫിയയും കൂടെ ചേർന്ന് 10,000 രൂപയുടെ 10 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. എന്നിട്ട് പല രോഗികൾ ഇതൊക്കെ കഴിഞ്ഞിട്ട്, എൻ്റെ അടുത്തൊരു രോഗി ഈ മറ്റൊരു ലേക്ക് ഷോറിൽ വെച്ച് ഇതേപോലെ ഒരു ഡോക്ടർ എബി എബ്രഹാം, ഞാൻ അതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. എന്നിട്ട് ആ രോഗിയുടെ എല്ലാം എഴുതി മേടിച്ചു. ആ രോഗി മരിച്ചുപോയി. കാരണം അയാൾ തന്നെ സർജറി ചെയ്തു. ഇതേപോലെ തന്നെ അസുഖം അവിടുന്ന് കൊണ്ടുവരുന്നു, ഇവിടുന്ന് ചുമ്മാ പച്ച കള്ളമാണിത് അധികവും അടിച്ചു വിടുന്നത്. ഞാൻ ലേക്ക് ഷോറിൻ്റെ കാര്യമല്ല, മരുന്നിൻ്റെ കാര്യമല്ല പറഞ്ഞ്. പക്ഷെ മറ്റു പല ആശുപത്രി, എനിക്ക് ലേക്ക് ഷോറിൻ്റെ മരുന്നിനെ പറ്റി ഞാൻ തിരക്കിയില്ല.
അതും പുറത്തുനിന്ന് വരികയാണ്. ഒരു ഇഞ്ചക്ഷൻ 2.5 ലക്ഷമോ 3 ലക്ഷമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ രോഗിക്ക് കൊടുത്തത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായത്. പറയുവാൻ പോകുന്നത്, ഈ കേരളത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെയൊക്കെ പ്രോഫിറ്റ്, ഈ ഡോക്ടേഴ്സൊക്കെ ഇത്രയും വലിയ തോതിൽ പണമുണ്ടാക്കി ആശുപത്രികൾക്ക് കൊടുത്ത് ഇത് നിലനിർത്തുന്നതിൻ്റെ ഗൂഢലക്ഷ്യം, തന്ത്രം, ടാക്ടിക്സ് എന്ന് പറയുന്ന ക്രൂരതയാണ്. കാരണം ഒരു രോഗി എവിടെ ആശുപത്രിയിൽ വന്ന് കിടക്കുമ്പോൾ, കോമയിലോ അല്പം സീരിയസോ ആകുമ്പോൾ, ഈ ബന്ധുമിത്രാദികളായിട്ടൊക്കെ നമ്മളെ ആദ്യം അങ്ങ് ഭയപ്പെടുത്തുക ഇവർ. ആ ഭയപ്പെടുത്തിയിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഈ പണത്തെപ്പറ്റി ആലോചിക്കത്തില്ല. കാരണം മിഡിൽ ക്ലാസ്സാണ്. ഈ പണം നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിക്കാൻ സാധിക്കും. എന്നിട്ട് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകുന്ന പല രോഗികളും ചിലപ്പോൾ അസുഖം ക്യൂർ ആണെങ്കിലും മരിച്ചു പോവുകയാണെങ്കിലും പിന്നീട് ഈ ഹ്യൂജ് ബില്ല് കൊടുത്ത് ഇവരുടെ വീട് പോലും വിൽക്കുന്നത്. ആ പണം എടുത്തിട്ടാണ് പല ഡോക്ടേഴ്സും ഈ പറയുന്ന പേരുണ്ടാക്കുന്നു, മീഡിയയിൽ കൂടെ വരുന്നു. ഈ ക്രൂരത ഗവൺമെൻറ് പോലും കണ്ണടയ്ക്കുകയാണ്. കാരണം ഈ ആശുപത്രി പല മാനേജ്മെൻറ്റുമായിട്ട് ഗവൺമെൻറ്റിന് നല്ല ബന്ധമാണ്. ഒരു കാര്യം പറയാം, ഇത് എനിക്കറിയത്തില്ല, ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ പറയുന്ന പല അറിയപ്പെടുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞാനിത് കണ്ടിട്ടില്ല. കാരണം അവരാരും ഇങ്ങനൊരു കംപ്ലയിൻറ്റ് പറഞ്ഞില്ല. അവിടുന്ന് മരുന്ന് വരണം, ഇവിടുന്ന് മരുന്ന് വരണം. അതിന് 8 മുതൽ 10 ലക്ഷം രൂപയാണ്. എൻ്റെ സുഹൃത്ത് അവിടെ ഡോക്ടറാണ്, പുള്ളി ഇത് അറേഞ്ച് ചെയ്തു തരും. പക്ഷെ അമേരിക്കയിലും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഈ പരിപാടിയില്ല. അവരൊന്നും ഇത് പറയത്തൊന്നുമില്ല. കാരണം ഈ മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നൊരു നോബിൾ ആയിട്ടുള്ള പ്രൊഫഷനാണ്. മനുഷ്യൻ്റെ ജീവൻ വെച്ചല്ലേ കളിക്കുന്നത്. നമ്മളൊരു ഡോക്ടറെ കാണുന്നത് എങ്ങനെയാണ്? കാരണം അവൻ നമ്മുടെ ലൈഫും ജീവിതവും രക്ഷിക്കാൻ പോവുകയാണ്. ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത്. അതവർ മുതലെടുത്ത്, രോഗി അസുഖമായിട്ട് കിടക്കുമ്പോൾ മുതലെടുത്ത് ഈ പറയുന്ന ഹ്യൂജ് ബില്ലുണ്ടാക്കിയിട്ട് അതിൻ്റെ റാക്കറ്റിൽ ഭാഗമാകുന്ന ഡോക്ടേഴ്സിനെതിരെ ഞാൻ അറിയാൻ സാധിച്ചത്, ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതേപോലുള്ള സംഭവങ്ങൾ നിർത്താൻ വേണ്ടി. അത് പ്രധാനമന്ത്രി മോദിയാണ് കൂടുതൽ താല്പര്യം എടുത്തിരിക്കുന്നത്. കാരണം ഈ ബില്ല് കൊണ്ടുവന്നാൽ ഈ പറയുന്ന പ്രൈവറ്റ് ആശുപത്രികളുടെ ഈ കൊള്ളക്കച്ചവടം നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു കൊള്ള തന്നെയാണ്. കാരണം നമ്മളിതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. രോഗി ഭേദമായി ഓക്കെ, പക്ഷെ അതിനകത്ത് നടക്കുന്ന മണി ട്രാൻസാക്ഷൻ, ഒരു റാക്കറ്റ് ഉണ്ടാകുന്നു. ആ റാക്കറ്റാണ് നാളെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് പ്രശ്നം ഉണ്ടാകാൻ പോവുകയാണ്. ഈ റാക്കറ്റിനെ ഞാൻ പറയുന്നതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഈ സെൻറ്റിമെൻറ്റ്സും ഇമോഷനും അങ്ങ് ഡൗൺ ആയിട്ട് പോകുന്നതിന് പകരം ഇതിനെപ്പറ്റി നിങ്ങളൊരു ഡ്യൂ ഡെലിജൻസ് നടത്തണം. ഇത് സംഭവം സത്യമാണോ, ഇത് ശരിയാണോ? അത് അങ്ങനെ വന്നാൽ ഈ ഡോക്ടേഴ്സിനെയും ഈ ആശുപത്രികളിലെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ മാത്രമേ പബ്ലിക്കിന് ബോധമുണ്ടാകത്തുള്ളൂ. ഇത് റാക്കറ്റാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തരുന്നൊരു വിവരമാണ്. ഇത് നിങ്ങൾ സൂക്ഷിച്ച് അറിയാവുന്നവരോടും പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനൊരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയയെ പൊളിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണം.